ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് തുടർന്നും തെസ്സലോനിക്ക ലേഖനം ഓരോ വാക്യങ്ങളുടെ വിശദീകരണം പഠിക്കാൻ കർത്താവ് നൽകുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നന്നായിട്ട് എല്ലാ ക്ലാസ്സും ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയും. നമ്മൾ എത്തി നിൽക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങൾ. 5-ാമത്തെ വാക്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ആ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിയൻസ് 3-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിക്കുക. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. ഇത് നിമിത്തം എനിക്കൊട്ടും സഹിച്ചുകൂടാതിരുന്നിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസ ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ച് പോരുന്നു. വാസ്തവത്തില് ഈ 3-ാം അധ്യായം നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എല്ലാ ക്ലാസ് തുടങ്ങുമ്പോഴും 1-2 മിനിറ്റ് എടുത്ത് അതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങളോട് പറയാറുണ്ട്. നോക്കൂ, ഈ 3-ാം അധ്യായത്തിനകത്ത് പോള് തെസ്സലോനിക്കയിലില്ല, തിമോത്തി തെസ്സലോനിക്കയിൽ അതിന്റെ ആരംഭ ഭാഗത്തില്ല, ശീലാസ് തെസ്സലോനിക്കയിലില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ തെസ്സലോനിക്ക സഭയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ യാതൊരു വിധമായ മാർഗവും ഇന്നത്തെ പോലെ ടെലികമ്മ്യൂണിക്കേഷൻ ഒന്നും അന്നത്തെ കാലത്ത് ഇല്ലാത്തത് കൊണ്ട് എന്താണ് അവിടെ വാസ്തവത്തിൽ നടക്കുന്നത്, അവിടുത്തെ സഭ എങ്ങനെ പോകുന്നു, ഞങ്ങൾ അവിടുന്ന് ഈ മറ്റ് യൂറോപ്പിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാനായിട്ടുള്ള കാരണം അവിടെ ഉണ്ടായ കൊടിയ പീഡനം നിമിത്തമാണ്. അതുകൊണ്ട് ഇപ്പോഴെങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നതിനെ പറ്റി പോളിന് കൃത്യമായ ഒരു ധാരണയില്ലായിരുന്നു. എന്നാൽ തൻ്റെ ഹൃദയം വളരെ അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ടാണ് 1-ാം വാക്യത്തിനകത്തും 3-ന്റെ 5-നകത്തും 2 പദങ്ങൾ, ഒരു വാക്ക് 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. സഹിച്ച് കൂടാതിരുന്നിട്ട്. സഹിച്ച് എന്ന് പറഞ്ഞാൽ തനിക്ക് അവിടെ സമാധാനത്തോടെ ഇരിക്കാനായിട്ട് കഴിയുന്നില്ല, ഒട്ടും മനസമാധാനമില്ല. കാരണം തെസ്സലോനിക്ക സഭയെ പറ്റി ഓർക്കുമ്പോൾ തൻ്റെ ഹൃദയം വിങ്ങുകയാണ്, തൻ്റെ ഹൃദയം നീറുകയാണ്. അവിടെ എന്താണ് നടക്കുന്നത്? ആ ലോക്കൽ സഭ വളരുന്നുണ്ടോ, അതോ ആളുകൾ വിശ്വാസത്യാഗം സംഭവിച്ച് പുറകോട്ട് പോയോ? ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ പ്രയാസം ഉണ്ടായി
താന് വളരെ വേദനയോടെ ഇരിക്കുന്ന ചില കാര്യങ്ങളാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഈ സഭ എങ്ങനെ ഇരിക്കുന്നു, അത് ദൈവവചനത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ, അതോ പരീക്ഷകൻ അവരെ പരീക്ഷിച്ചോ? ഇങ്ങനെയുള്ള വ്യാകുലങ്ങൾ തൻ്റെ അകത്ത് ഉണ്ടായിട്ട് 3 കാര്യങ്ങൾ ആ സഭ കർത്താവിൽ ഉറച്ചു നിൽപ്പാൻ, ദൈവത്തിൽ ഉറച്ചു നിൽപ്പാൻ, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാൻ ചെയ്യുന്നതായി 3-ാം അധ്യായത്തിന്റെ ആ 1-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ പ്രത്യേകം അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ശ്രദ്ധേയമാണ്. ആദ്യം നമ്മൾ കാണുന്നത്, അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് തനിക്ക് മറ്റാരേക്കാൾ ഏറ്റവും വിശ്വസ്തനായ, തുല്യചിത്തനായി താൻ കണക്കാക്കുന്ന, തനിക്ക് പകരക്കാരനായിട്ട് വളരെ വിശ്വാസത്തോടെ അയക്കാവുന്ന തിമോത്തിയോസിനെ അങ്ങോട്ടേക്ക് അയക്കുന്നു. 2-ാമത്തെ ഭാഗം, തിമോത്തി അവിടെ പോയി നല്ല ഒരു റിപ്പോർട്ടൊക്കെ ആയിട്ട്, സദ്വർത്തമാനം എന്ന് നമ്മൾ താഴെ വായിക്കുന്നുണ്ട്, ഒരു റിപ്പോർട്ടൊക്കെ ആയിട്ട് വന്നപ്പോൾ അപ്പോസ്തലൻ ഉടനെ ചെയ്തത് ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ബുക്ക്, ഒരു പേപ്പറിനകത്ത് അന്നത്തെ കാലത്തെ അല്ലെങ്കിൽ എഴുതാവുന്ന ഒരു സ്ക്രോളിനകത്ത് ഒരു ലേഖനം എഴുതി ആ സഭയ്ക്ക് അത് കൊടുത്തു വിടുകയാണ്. ആ ലേഖനം അവർക്ക് എത്തിക്കുന്നു. 3-ാമത് അപ്പോസ്തലൻ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി രാവും പകലും ഇടവിടാതെ ദൈവസന്നിധിയിൽ വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നു. 3 കാര്യം സഭയുടെ നിലനിൽപ്പിനായിട്ട് ചെയ്യുന്നു. തിമോത്തിയോസിനെ അയക്കുന്നു, അവർക്ക് അന്നത്തെ പരിമിതമായ സാഹചര്യത്തിൽ ഒരു ലേഖനം എഴുതി അയക്കുന്നു. 3-ാമത് താൻ കൊരിന്തിലും ഏഥൻസിലും ഒക്കെ ഇരിക്കുമ്പോൾ മറ്റൊരു സഹായവും കൂടാതെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, വളരെ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആ കാര്യവും ആ അപ്പോസ്തലൻ ചെയ്യുന്നു ഈ സഭയുടെ നിലനിൽപ്പിനായി എന്നതാണ് 3-ാം അധ്യായത്തിന്റെ ഔട്ട്ലൈൻ എന്നുള്ളത്. നമ്മൾ ഈ തിമോത്തിയോസിനെ അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പൗലോസിന്റെ ഹൃദയം എങ്ങനെയാണ് എന്നതാണ് ഈ ആദ്യത്തെ 10 വാക്യം, പ്രത്യേകിച്ച് ആദ്യത്തെ 5 വാക്യത്തിനകത്ത് ആ തിമോത്തിയോസിനെ അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അതിനുശേഷം തനിക്ക് ലഭിച്ച റിപ്പോർട്ടിനോടുള്ള തൻ്റെ ഹൃദയത്തിന്റെ പ്രതികരണവുമാണ് ഈ 10 വാക്യത്തിനകത്ത് പ്രത്യേകാൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ, വിശാലമായിട്ട് ചിന്തിച്ച കാര്യങ്ങളിൽ ഒരു കാര്യമുണ്ട്. ഒന്ന്, ആ സഭയോടുള്ള തൻ്റെ അഫക്ഷൻ നമുക്ക് ആരംഭവാക്യത്തിൽ കാണാം. ആ സഭയ്ക്ക് വേണ്ടി താൻ എല്ലാ ത്യാഗവും ചെയ്ത് തിമോത്തിയോസിനെ നിസ്വാർത്ഥമായിട്ട് അയക്കുന്ന ആ ഒരു മനസ്സ്, തൻ്റെ ഹൃദയം 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ കാണാം. 4-ാമത്, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കഷ്ടങ്ങളിൽ താനും പങ്കാളിയാകുന്നു, ഞങ്ങളും പങ്കാളികളാകുന്നു എന്ന് തൻ്റെ ഹൃദയത്തെ അവരുടെ മുന്നിൽ എഴുതി തുറന്ന് കാണിക്കുകയാണ് ആദ്യത്തെ 4 വാക്യത്തിനകത്ത് അപ്പോസ്തലൻ. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്കൽ സഭയെ പറ്റിയുള്ള ആ വ്യക്തിയുടെ ബന്ധം എങ്ങനെ ആയിരിക്കണം? വളരെ ഹൃദയംഗമമായ അഫക്ഷൻ ഉണ്ടായിരിക്കണം. ആ സഭയ്ക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്യാമോ അതെല്ലാം ചെയ്തിരിക്കണം. ആ സഭയുടെ കഷ്ടങ്ങളിൽ പങ്കാളിയായിരിക്കണം എന്നതാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത്. 4 വാക്യങ്ങൾ ക്ലിയറായി. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ അല്പം അവസാന ഭാഗങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് പറഞ്ഞു വിട്ടത്. നോക്കൂ, ഇനിയും നമുക്കതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ വീണ്ടും ആ അപ്പോസ്തലൻ ആ സഭയോടുള്ള തൻ്റെ സ്നേഹം, തൻ്റെ ഹൃദയം കാണിക്കുന്ന ചില പദങ്ങൾ നമുക്ക് വളരെ വളരെ കൃത്യമായിട്ട് 5-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ 5-ാമത്തെ വാക്യം വായിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ശുശ്രൂഷകന് ദൈവസഭയെ പറ്റിയുള്ള ഉത്തരവാദിത്തത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ എഴുതുന്നുണ്ട്. ഇത് നിമിത്തം എനിക്കൊട്ടും സഹിച്ചുകൂടാതിരുന്നിട്ട്
പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. പോളിന് അവിടുത്തെ സിവിൽ അതോറിറ്റിയുടെ നിയമം കാരണം യാസോന്റെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ച ജാമ്യ വ്യവസ്ഥകൾ കാരണം ഒരു വലിയ ട്രെഞ്ച് ഉണ്ടാക്കിയേക്കുന്നത് കൊണ്ട് തെസലോനിക്കയിലേക്ക് ചെല്ലാൻ കഴിയില്ല. ആ പോളിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ സഭയെ അത് ബാധിക്കും. ആ ലോക്കൽ സഭയെ ആരംഭിച്ച യാസോന്റെ ഭവനത്തെ അത് ബാധിക്കും. അവിടുത്തെ ദൈവമക്കളെ വളരെ വീണ്ടും അധികമായി പീഡനത്തിലേക്ക് അവർ പോകേണ്ടി വരും. അതുകൊണ്ട് സാത്താൻ പോളിനെ ആ നിലയിൽ തടഞ്ഞു. ദൈവത്താൽ അങ്ങനെ തടയപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന അപ്പോസ്തോലന്റെ ഒരു ഹൃദയത്തിന്റെ ആ വലിയ ഭാരമാണ് 5-ാമത്തെ വാക്യത്തിനകത്ത്. ഏതൊരു ശുശ്രൂഷകനും ഓരോരുത്തരെ ദൈവമാക്കിയിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ ഓരോ ദൈവ പൈതലിനും ദൈവം ഓരോരുത്തരെ ആക്കിയിരിക്കുന്ന ആ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഈ ഒരു ബോധ്യമുണ്ടാകുകയും ആ ഒരു ബോധ്യത്തോടെ സഭയെ പരിപാലിക്കാൻ, സഭയെ സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ചെയ്യണമെന്നതാണ് 4-ാമത് പോൾ നമ്മളോട് പറയുന്നത്. തൻ്റെ 4-ാമത്തെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്, പോൾ ഹി വാസ് എ ഗ്രേറ്റ് സെൻസ് ഓഫ് വാച്ച്ഫുൾനെസ്. ആ സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ രാത്രിയിൽ ശ്രദ്ധയില്ലാതെ കിടന്നുറങ്ങുന്ന ഇടയന്മാരെ പോലെ അല്ല, കാവൽ കാത്തുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിട്ടിരിക്കുന്ന ഒരിടയനെ പോലെ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ഒട്ടും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് ഐ കുഡ് എൻഡ്യൂർ ഇറ്റ് നോ ലോങ്ങർ. അതുകൊണ്ട് ഞാൻ തിമോത്തിയോസിനെ അയക്കുകയാണ്. എനിക്ക് അല്പം പോലും നിങ്ങളെ വന്ന് കാണാഞ്ഞിട്ട്, നിങ്ങളുടെ ആത്മീയ അവസ്ഥ അറിയാഞ്ഞിട്ട് ഒരു സ്വസ്ഥതയുമില്ല. എനിക്ക് ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് കഴിയുന്നില്ല. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞേക്കുകയാണ്, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? നോക്കൂ, ഒരു ശുശ്രൂഷകന്റെ ഹൃദയം കണ്ടോ? താൻ ദൂരെയാണെങ്കിലും ആ സഭയുടെ സംരക്ഷണം, ആ സഭയെ പറ്റിയുള്ള തൻ്റെ വാച്ച്ഫുൾനെസ്, പ്രൊട്ടക്റ്റീവ്നെസ്, ഇതൊക്കെയാണ് തൻ്റെ ഹൃദയത്തിനകത്തെ അടുത്ത ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഞാൻ ഭയപ്പെട്ട്. കണ്ടോ, ഒരു ശുശ്രൂഷകൻ, ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇനിയിപ്പോൾ അതെങ്ങനെയും ആകട്ടെ, അങ്ങനെ ആകാൻ പാടില്ല. ആ സഭ ഒരു കാരണവശാലും അതിൻ്റെ വേലി പൊളിച്ച് പിശാച്, സാത്താൻ, പരീക്ഷകൻ അതിനകത്ത് കടന്ന് അവരെ പരീക്ഷിക്കരുത്. അവരൊക്കെ ഇനീഷ്യലായിട്ട് കർത്താവിലേക്ക് വന്നതാണ്. അവരുടെ ആരുടെയും വിശ്വാസത്തെ തള്ളിക്കളയാൻ ഇടവരുത്തരുത്. അതിനുവേണ്ടി അപ്പോസ്തലൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വചനം പറഞ്ഞ് അവരെ ഉറപ്പിക്കേണ്ടതിന് തിമോത്തിയോസിനെ അങ്ങോട്ടേക്ക് അയക്കുന്നു. നോക്കൂ, ഇവിടെ തിമോത്തിയോസ് കൂടെയില്ല, പോളിന്റെ ശീലാസ് കൂടെയില്ല. ഇത് ഏതൻസിൽ വെച്ചാണ് നടക്കുന്നതെന്ന് 3:1 വായിക്കുന്നു. എന്നാൽ ഏതൻസിൽ നിന്ന് പോൾ കൊരിന്തിലേക്ക് പോകുമ്പോഴാണ് ആ സഭയിൽ ചെന്നിട്ട് തിമോത്തി വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സദ്വർത്തമാനം, ഗുഡ് റിപ്പോർട്ടുമായിട്ട്, ഒരു ഗുഡ് ന്യൂസുമായിട്ട് തിമോത്തിയോസ് വരുന്നതൊക്കെ ആ കൊരിന്തിലിരിക്കുമ്പോഴാണ്. നമ്മൾ ആക്സ് 18 ആ കാര്യങ്ങൾ അല്പം ലൂക്കോസ് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ, അങ്ങനെ തിമോത്തിയോസ് വരുമ്പോൾ പോളിന്റെ ആ ഭയമൊക്കെ മാറുന്നു. ഞാൻ ആ പരീക്ഷകൻ എങ്ങനെയാണ് ദൈവസഭയെ പരീക്ഷിക്കുന്നത് എന്നൊന്ന് ഒരല്പകാര്യം ഒന്ന് വിശദമാക്കണമെന്ന് എൻ്റെ മനസ്സിനകത്തുണ്ട്. നോക്കൂ, പോളിന് ഇവിടെ മാത്രമല്ല, തൻ്റെ ലേഖനങ്ങൾക്കകത്ത്, പോളിന്റെ എപ്പിസോഡ്സിനകത്ത് മാത്രമല്ല, ദൈവശ്വാസീയമായ മറ്റ് ലേഖനങ്ങൾക്കകത്തും അപ്പോസ്തലന്മാരുടെ കൊള്ളിങ്സും യേശുവിൻ്റെ സഹോദരന്മാരൊക്കെ ലേഖനം എഴുതിയപ്പോൾ ഈ നിലയിൽ അവരും വളരെ വളരെ ഭയപ്പെട്ടിരുന്നു, വളരെ വളരെ ഭാരപ്പെട്ടിരുന്നു എന്ന് അവരുടെ യൂദായുടെ ലേഖനത്തിനകത്ത്, യാക്കോബിന്റെ ലേഖനത്തിനകത്തൊക്കെ അത് വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ അതിലേക്കൊന്ന് പോകാനായിട്ട് ഇപ്പോൾ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല.
തീർന്നില്ല. അപ്പൊ അപ്പോസ്തലൻ തന്നെ പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം. പോൾ ഇപ്പൊ അവിടെ ഇല്ല, അതുകൊണ്ടാണ് പരീക്ഷകനകത്ത് കയറുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിനകത്ത് 3 വർഷത്തിലധികം താൻ അധ്വാനിച്ച, ഏറ്റവും അധികം അധ്വാനിച്ച, തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന, അന്നത്തെ കാലത്ത് ഏറ്റവും ക്വാളിറ്റിയുള്ള സഭ എന്ന് നമുക്ക് പറയാമായിരുന്ന എഫെസോ സഭയോട് അവിടുത്തെ മൂപ്പന്മാരെ, വളരെയധികം ലോക്കൽ സഭകൾ അവിടെ ഉണ്ടായിരുന്നു, മിലേത്തേസിൽ അവിടുത്തെ മൂപ്പന്മാരെ അവിടെ കൊണ്ടുവന്ന് പോൾ അവിടെ നിന്ന് യെരുശലേമിലേക്ക് യാത്ര തിരികെ പോകുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിടവാങ്ങൽ പ്രസംഗവും ഒരു പ്രാർത്ഥനയും ആക്സ് 20-ക്കകത്ത് നമുക്ക് കാണാം. കണ്ണ് നിറഞ്ഞൊഴുകാതെ ഒരു വീണ്ടും ജനിച്ചവർക്കും ആ വേദഭാഗം വായിക്കാനായിട്ട് കഴിയില്ല. നോക്കൂ, അവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ പോയ ശേഷം 20-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിനകത്താണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കുവീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തനെ ബുദ്ധി പറഞ്ഞു എന്ന് പറഞ്ഞ ദൈവവചനം പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും എന്ന് പറഞ്ഞ് താഴോട്ട് അത് വിശദമായിട്ട് പറയുകയാണ്. കണ്ടോ, അപ്പോസ്തലൻ എഫെസോസുകാരോടും പറയുകയാണ്, അവിടുത്തെ എല്ലാ ലോക്കൽ സഭയിലെ മൂപ്പന്മാരോട് പറയുകയാണ്, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ വരും. ശിഷ്യന്മാരെ, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ വലിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പോകും എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അവിടെ ഒരു പ്രയോഗമുണ്ട്, ഞാൻ പോയ ശേഷം. അതായത് പോൾ എന്ന ആ ദൈവകൃപയുള്ള അപ്പോസ്തലന് വളരെ ഉറപ്പുണ്ടായിരുന്നു, ഞാനിവിടെ ഉള്ളപ്പോൾ ഒരു ദുരുപദേശകനും സഭയ്ക്കകത്ത് കടക്കുകയില്ല, ഒരു വ്യാജ പ്രവാചകനും സഭയ്ക്കകത്ത് കടക്കുകയില്ല, ഒരു നവീന ഉപദേഷ്ടാവും സഭയ്ക്കകത്ത് കടക്കുകയില്ല. കണ്ടോ, ഞാൻ പോയ ശേഷം. അത് തന്നെയാണ്, അതേ ഭാരം തന്നെയാണ് തെസ്സലോനിക്ക സഭയെ പറ്റി തനിക്കുള്ളത്. ഞാൻ അവിടെ ഇല്ല, തിമോത്തിയോസ് അവിടെ ഇല്ല, ശീലാസ് അവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഒരു ശുശ്രൂഷകന്റെ കോൺഫിഡൻസ് നിങ്ങളുണ്ട്, ഞാൻ അവിടെ ഉള്ളപ്പോൾ ആരെയും അനുവദിക്കുകയില്ലെന്ന്. ഇത് എല്ലാ ശുശ്രൂഷകന്മാർക്കും ഉണ്ടാകേണ്ട ഒരു യോഗ്യതയാണ്. നമ്മൾ ആരെയും പിണക്കണ്ട എന്ന് വെച്ച് എല്ലാ വകയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ദുരന്തം നമ്മുടെ ഇടയിൽ കടന്നുകൂടിയിട്ട് വർഷങ്ങളായി ഇനിയും അതിൽ തുടർന്നു പോയാൽ നമ്മൾ വിശ്വാസത്യാഗികളുടെ സഭയായി മാറാൻ അധികം സമയം വേണ്ട. അതുകൊണ്ട് വളരെ ഉറപ്പുള്ളവരായിട്ട് വേണം ദൈവസഭയെ നയിക്കാൻ. ഇവിടെ തെസ്സലോനിക്കയിൽ നിന്ന് ഏഥൻസിൽ വന്നിരിക്കുമ്പോൾ പോൾ അവിടില്ല. തൻ്റെ ഭയം എഫെസോസിൽ ആക്രമിക്കപ്പെട്ടതുപോലെ തെസ്സലോനിക്ക സഭ ആക്രമിക്കപ്പെടുവോ? അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ, 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലർ ഭാവി കാലത്ത് വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ഫോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. കണ്ടോ, തെളിവായി. ഇന്നത്തെ ആളുകൾ പറയുന്ന പോലെ ചിലരോട് പറയുന്നു സാധ്യതയുണ്ട്, അതൊന്നുമല്ല. അങ്ങനെയൊക്കെ പറയുന്ന വ്യാജന്മാരെ എന്തുകൊണ്ട് ദൈവസഭ തിരിച്ചറിയുന്നില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാരങ്ങളിൽ ഒരു ഭാരം. വ്യാജന്മാരെ തിരിച്ചറിയാം. ദൈവവചന പരിജ്ഞാനം ഉണ്ടാകണം, ക്രിസ്തു പരിജ്ഞാനം ഉണ്ടാകണം, ദൈവപരിജ്ഞാനം ഉണ്ടാകണം. അതുകൊണ്ട് ആത്മാവ് തെളിവായി പറയുകയാണ്, ചിലരെ ഭൂതങ്ങളുടെ ഉപദേശം വ്യാജ ഉപദേശം എന്നൊക്കെ പറഞ്ഞ് തിരുവെഴുത്തിന് വിരുദ്ധമായി വരുന്ന എല്ലാ ഉപദേശങ്ങളും എല്ലാ ജാതീയ സമ്പ്രദായങ്ങളെയും കൂടെ ഒരു വാചകത്തിൽ പറഞ്ഞേക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നതാണ്. ഇപ്പൊ ഞാൻ അതിൻ്റെ ആ പദത്തിന്റെ കോണ്ടെക്സ്റ്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, ഇതാണ് പൗലോസിന്റെ ഭാരം. പരീക്ഷകൻ പരീക്ഷിച്ചു. ആരാ പരീക്ഷകൻ?
പരീക്ഷകൻ എന്ന് പറഞ്ഞാൽ സാത്താനാണ്. നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചു, പൗലോസിനെ പരീക്ഷിക്കുന്നു, പത്രോസിനെ പരീക്ഷിക്കുന്നു, ഇയ്യോബിനെ പരീക്ഷിക്കുന്നു, സാത്താൻ പൗലോസിനെ തടയുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. സാത്താൻ ആണ് പരീക്ഷകൻ എന്നത് വളരെ കൃത്യമായിട്ട് തിരുവെടുത്ത് നമ്മളോട് പറയുന്നുണ്ട്. നോക്കൂ, എന്നാൽ പോളിന്റെ ആ ഹൃദയത്തിനകത്തെ തൻ്റെ ആ വാച്ച്ഫുൾനെസ് കണ്ടോ? എന്താ തൻ്റെ ആ ഹൃദയത്തിനകത്ത് ദൈവമേ അവരെ സൂക്ഷിക്കണം, തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കുകയാണ്, പിശാച് അവരെ പരീക്ഷിക്കാതിരിക്കാൻ കൂടുതൽ വചനം പറഞ്ഞവരെ ഉറപ്പിക്കാനായിട്ട് അയക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ഒരു ശുശ്രൂഷകന്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നോക്കൂ, 3 നിലകളിൽ പരീക്ഷകൻ പരീക്ഷിക്കും. 3 നിലകളിൽ തിരുവെഴുത്തിനകത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തേത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ വായിക്കുന്നത്, ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദെയർ മൈൻഡ്സ് ലെസ്റ്റ് ദേ ബിലീവ്. നോക്കൂ, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. എന്തിനാ? സുവിശേഷം വിശ്വസിക്കാതിരിക്കാൻ. ഇങ്ങനെയാണ് പിശാച് ആദ്യം തടയുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്നുള്ളത്, ഒന്ന് അതിക്രമങ്ങളാൽ മരിച്ചവരോടാണ് പ്രസംഗിക്കേണ്ടത്, കണ്ണ് കാണാൻ മേലാത്തവരോടാണ് പ്രസംഗിക്കേണ്ടത്, കേൾവിയില്ലാത്തവരോടാണ് ഈ സന്ദേശം പറയേണ്ടത്. അതിൻ്റെയൊക്കെ എത്രമാത്രം ടോട്ടലായിട്ട് റാഡിക്കൽ കറപ്ഷനിലാണ് ഹ്യൂമാനിറ്റി എന്ന് പറയാനായിട്ട് തിരുവെഴുത്തിൽ ഉപയോഗിച്ചേക്കുന്ന ചില പദങ്ങൾ ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, എന്താ ആ പദം? പരീക്ഷകന്റെ ഒന്നാമത്തെ ആയുധം സകല വിശ്വാസികളുടെയും കണ്ണ് കുരുടാക്കി വെച്ചേക്കാണ്. എന്തിനാ? സുവിശേഷത്തിന്റെ മഹത്വം അവരുടെ ഹൃദയത്തിൽ ശോഭിക്കാതിരിക്കാൻ. കീപ് them from believing, keep them from understanding. ഇതാണ് അവന്റെ ഒന്നാമത്തെ ഒന്നാമത് അവൻ ചെയ്യുന്ന അവന്റെ പരിശോധനയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അവൻ പരീക്ഷിക്കുന്നത്. ഒന്ന്. രണ്ടാമത് അവൻ പരീക്ഷിക്കുന്നത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപമകൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം, വളരെ ശ്രദ്ധേയമായ ഒരു ഉപമ, മത്തായി 13-നകത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പാറ സ്ഥലത്ത് വീണത്, മുള്ളിനിടയിൽ വീണത്, അങ്ങനെ കർത്താവ് തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് പറയുന്ന ആ ഒരു കാര്യം, വിതയ്ക്കുന്നവന്റെ ഉപമ യേശു കർത്താവ് വിശദീകരിക്കാൻ നേരത്തെ പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നുവെങ്കിലും വേരില്ലായികയാൽ അവൻ ക്ഷണികൻ അത്രേ. നോക്കൂ, അതായത് അതിൻ്റെ അർത്ഥമാക്കേണ്ട, വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിലിടറിപ്പോകുന്നു. ഇത് ഇങ്ങനൊരു പ്രശ്നം പിശാചിന്റെ വലിയ വലിയ അടുത്തൊരു പരീക്ഷയാണ്. പുതുതായി കർത്താവിലേക്ക് വരുന്ന ആളുകൾ ഗോസ്പലൊക്കെ അല്പം ഗ്രഹിച്ച് കൂട്ടായ്മയിലേക്ക് വരാനായിട്ട് തുടങ്ങുമ്പോൾ ചെറിയ ക്രൈസിസുകൾ കൊണ്ടുവരിക, സഭയിൽ പീഡനം അഴിച്ചുവിടുക, സിവിൽ അതോറിറ്റീസിനെ സഭയ്ക്കെതിരെ എഴുന്നേൽപ്പിക്കുക. അങ്ങനെ പീഡനം അഴിച്ച് വിടുമ്പോൾ ഈ പാവങ്ങളായി വന്ന ആളുകൾ പാറസ്ഥലത്ത് വീണ വിത്ത് പോലെയാണ് ഇവരുടെ ഹൃദയത്തിൽ വചനം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരിൽ വചനം ഇരിക്കുന്നത്. പെട്ടെന്നൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും എന്നല്ലാതെ അതിന് വേരില്ലായകയാൽ അല്പം ഞെരുക്കം, അല്പം രോഗം, അല്പം പ്രതിസന്ധികൾ, ആ പീഡനത്തിന്റെ ആ ഒരു ധ്വനികളൊക്കെ സഭയ്ക്കകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവര് മാറിപ്പോവുകയാണ്. പെട്ടെന്ന് ഇവരുടെ വിശ്വാസം ത്യജിച്ച് കളയുന്നു. ഇങ്ങനെ പരീക്ഷകൻ രണ്ടാമത് പരീക്ഷിക്കും. ഇതെല്ലാം തിമോത്തിയോസിന് പേടിയാണ്. ആ സഭയിൽ രക്ഷിക്കപ്പെടാത്തവർ പുതുതായിട്ട് വരുന്നുണ്ടായിരിക്കാം, ആ സഭയിൽ ന്യൂലി വിശ്വാസത്തിലേക്ക് വന്ന വേദപുസ്തകത്തിന്റെ ആഴം യാതൊരു നിലയിലും അകത്തേക്ക് ഇറങ്ങാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. മൂന്നാമത് പിശാച് ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമാണ്. തിരുവെഴുത്തിൽ നിരവധി എവിഡൻസും അതിനെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസത്തിൽ ഇരിക്കുന്ന ആളുകളെ പാപത്തിൽ വീഴ്ത്താനായിട്ട് പ്രലോഭിപ്പിക്കുക. ഗുരുതിലേഖനത്തിനകത്തൊക്കെ അതിന് വ്യക്തമായ ഉദാഹരണങ്ങൾ, അന്ന് സംഭവിച്ച കാര്യങ്ങളെ അപ്പോസ്തലൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, പിശാച് പല നിലകളിൽ പുറത്തു നിൽക്കുന്ന ആളുകളുടെ കണ്ണിരുട്ടാക്കുന്നു. അകത്തേക്ക് വരുന്ന ആരംഭ പടിയിൽ തന്നെ പീഡനവും ഞെരുക്കവും ഉണ്ടാക്കി അവരെ വിശ്വാസത്തിൽ നിന്ന് അവർ വിശ്വാസം ത്യജിച്ച് പുറകോട്ട് പോകുന്നു. അകത്ത് കയറിയ ആളുകളെ പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴാനായിട്ട് പരിശ്രമിച്ച്
അവരെ വീഴ്ത്തുന്നു. കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1 കൊരിന്ത്യർ 7:5 വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു വരുന്നിടത്ത് പറയുന്നുണ്ട്, സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ. അതായത് വ്യഭിചാരത്തിലേക്ക്, പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാതെ ഒരുവൻ തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കണം എന്നതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. നോക്കൂ, അവിടെയും ഞാനത് പറയാൻ ഉദ്ദേശിച്ചത്, സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന്. കണ്ടോ ഏതെല്ലാം നിലയിലാണ് സാത്താൻ പരീക്ഷിക്കുന്നത്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തനിക്കറിയാം. 2 കൊരിന്ത്യർ പോളിനറിയാം. 2 കൊരിന്ത്യർ 2:11 സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ക്ഷമയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അവിടെ. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിനകത്ത് വായിക്കുന്നുണ്ട്, അല്പകാലമേ തനിക്കുള്ളൂ എന്ന് വെച്ച് എന്തെല്ലാം ദോഷം ചെയ്യാമോ അതെല്ലാം ചെയ്യാനായിട്ട് പുറപ്പെടുന്ന ഒരു വിരോധിയെ യോഹന്നാൻ തൻ്റെ വെളിപ്പാട് പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. പീറ്റർ, ആദ്യത്തെ ഫസ്റ്റ് അപ്പോസ്റ്റൽ, പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്, അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് കാത്ത് അലറി ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. അതിന്റെ താഴത്തെ വാക്യത്തിനകത്ത് വിശ്വാസത്തിൽ ഉറയ്ക്കണം, ഇല്ലെങ്കിൽ അവൻ നമ്മളെ വിഴുങ്ങിക്കളയും എന്നതാണ് പീറ്ററും അവിടെ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ശുശ്രൂഷകൻ, ഒരു ഗുഡ് പാസ്റ്റർ, ഒരു ഗുഡ് ഇടയൻ, ഒരു നല്ല മൂപ്പൻ, ഒരു നല്ല അധ്യക്ഷൻ, ഒരു നല്ല പ്രെസ്ബിറ്റർ, ഇതെല്ലാം പാസ്റ്റർ, അതെല്ലാം സിനോണിമായിട്ട് ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്, പര്യായ പദങ്ങളാണ്. ആ ശുശ്രൂഷകന്റെ ഹൃദയം കണ്ടോ, ആ ശുശ്രൂഷകന്റെ റെസ്പോൺസിബിലിറ്റി കണ്ടോ, ദൈവമേ, അത് സൂക്ഷിക്കപ്പെടണം. അതിനായിട്ട് തിമോത്തിയോസിനെ ഞാൻ അങ്ങോട്ട് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ മക്കളെ എവിടെയെങ്കിലും ദൂരദേശത്താക്കിയിട്ട് തിരിച്ചു പോരുകയാണ്. നമുക്ക് അവരെ എപ്പോഴും പോയി കാണാനായിട്ട് വിസയുടെ സൗകര്യമില്ല, ട്രാവലിങ്ങിന്റെ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളോട് പ്രത്യേകം അവരെ ഒന്ന് കെയർ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ അടുത്ത് എപ്പോഴും ചെല്ലാവുന്ന ആളുകളോട് അവരെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കാറുണ്ട് നമ്മുടെ മക്കളെ പറ്റി. അതിനേക്കാൾ എത്രയോ പ്രാധാന്യതയോടെ നമ്മൾ ആത്മീയത കാണണം, അല്ലേ? അപ്പോസ്തലൻ പറഞ്ഞ, ജഡപ്രകാരം ഞാൻ ആരെ അറിയുന്നില്ല, എൻ്റെ ബന്ധം ആത്മീയമാണ്. ക്രിസ്തുവിനെ പോലും ജഡപ്രകാരം അറിയുന്നില്ല. അഗ്രചർമ്മിയെന്നോ പരിച്ഛേദനക്കാരെന്നോ ഒന്നും എനിക്കില്ല. ഞങ്ങളെല്ലാം ക്രിസ്തു എന്ന തലയുടെ കീഴിലെ അംഗങ്ങളും അവയവങ്ങളുമാണ്, സഹോദരങ്ങളാണ്. അതുകൊണ്ട് ആ ബന്ധം വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ഹൃദയത്തിനകത്ത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവരെ പരീക്ഷിച്ചോ, ബിഗിനേഴ്സിനെ അവരുടെ വിശ്വാസം ത്യജിക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ, എന്നെ പറ്റി എന്തെങ്കിലും കളവ് പറഞ്ഞു കൊടുത്ത് അവരെ വഴി മാറ്റാനായിട്ട് ശ്രമിച്ചോ? യഹൂദന്മാർ, ജുഡായിസേഴ്സ് അവിടെ ഉണ്ട്, അവർ വർക്ക് ബേസ്ഡ് ക്രിസ്ത്യാനിറ്റി അവിടെ അവതരിപ്പിച്ചോ? സിവിൽ അതോറിറ്റീസ് അവിടുത്തെ കൂട്ടായ്മ നിർത്തിച്ചോ? ഇങ്ങനെ പലവിധമായ ഭാരങ്ങൾ ഉള്ളപ്പോഴാണ് തിമോത്തിയോസിനെ അയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരീക്ഷകൻ ഇങ്ങനെ എല്ലാ കാലത്തും ദൈവസഭകളെ പരീക്ഷിക്കും. ഗലാത്യ സഭയ്ക്ക് സംഭവിച്ചത് അപ്പോസ്തലൻ പിന്നീട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? 3-ാം അധ്യായത്തിനകത്ത്, ഗലാത്യ ലേഖനം 3 നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗങ്ങളും സംഭവങ്ങളുമാണ്. 3-ാം അധ്യായത്തിനകത്ത് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കേ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആര്? നിങ്ങൾ എത്ര ബുദ്ധി കെട്ടവരോ! ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് സമാപിക്കുന്നത് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? ആരാണ് നിങ്ങളെ ഇത്രയും പെട്ടെന്ന് മറിച്ചു കളഞ്ഞത്? തൻ്റെ ഹൃദയത്തിന്റെ വേദനയാണ്. ഗലാത്യ ലേഖനം 4:11 അപ്പോസ്തലൻ വേദനയോടെ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം, ഗലാത്യ ലേഖനം 4:11, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് വരാതിരിക്കാനാണ് തൻ്റെ ആ വാച്ച്ഫുൾനെസ്, തൻ്റെ ആ സംരക്ഷണത്തെ പറ്റിയുള്ള ആ ആറ്റിറ്റ്യൂഡ്, തൻ്റെ പ്രൊട്ടക്റ്റീവ്നെസ്, സഭയെ നോക്കാനായിട്ട്, സഭയെ സംരക്ഷിക്കാനായിട്ട്, വേലി കെട്ടി സൂക്ഷിക്കാനായിട്ട് ദൈവവചനത്താൽ അധ്വാനിക്കുന്ന ഒരുവനെ പറഞ്ഞയക്കുകയാണ്. ക്ലിയർ? ഫിലിപ്പി ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസിക്കാനിട വരും. ആ അധ്വാനത്തിന്റെ ഫലം നിലനിൽക്കേണ്ടതിന്, ആ അധ്വാനം റിസൾട്ട് വർദ്ധിച്ച് കർത്താവിന്റെ വരവിങ്കൽ എൻ്റെ കിരീടവും മഹത്വവും സന്തോഷവുമായി നിങ്ങൾ കാണേണ്ടതിന്, സാത്താൻ ഒരു കാരണവശാലും നിങ്ങളെ പരീക്ഷിച്ച് നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ തിമോത്തിയോസിനെ അങ്ങോട്ടേക്ക് അയക്കുന്നു.
യേശുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയ്ക്കകത്ത് ആ പ്രാർത്ഥന, മഹാപൗരോഹിത്യ പ്രാർത്ഥന, ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്ലി പ്രയർ, ജോൺ 17, നമ്മുടെ ചർച്ചിൽ വിശദമായിട്ട് ഞാൻ അതിന്റെ പല പാർട്ടുകൾ പ്രസംഗിച്ചായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനകത്ത് ഒരു വാക്കുണ്ട്, ഇവരെ ഈ ദുഷ്ടഭൂമിയിൽ നിന്ന് എടുക്കണമെന്നല്ല, ഈ ഭൂമിയിൽ ദുഷ്ടങ്കൽ നിന്ന് അവരെ സൂക്ഷിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പ്രാർത്ഥനയും പൗലോസിന്റെ ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡും എല്ലാം ദൈവസഭയെ സാത്താൻ പരീക്ഷിക്കാതെ സംരക്ഷിക്കേണ്ടതിന്, ഏതൊരു ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ, ഏതൊരാത്മീയ പക്വതയുള്ള ദൈവമക്കളും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. 4-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. അതാണ് തൻ്റെ തിമോത്തി അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട 4 ആറ്റിറ്റ്യൂഡ്. എന്താണ് തിമോത്തി അയക്കാൻ കാരണം? ഒന്നാമത്തെ കാര്യം ആ സഭയോടുള്ള തൻ്റെ അഭേദ്യമായ ബന്ധമാണ്. 2, താൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാൽ അതൊന്നും പ്രശ്നമല്ല, നിസ്വാർത്ഥമായ തൻ്റെ ആറ്റിറ്റ്യൂഡാണ്. 3, കഷ്ടത നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് ഒരിക്കൽ കൂടെ അവരെ അറിയിക്കാൻ വേണ്ടിയാണ്, അവരോടൊപ്പം സഫർ ചെയ്യാൻ വേണ്ടിയാണ്. 4-ാമത്തെ കാര്യം, ആ സഭയെ വേലികെട്ടി സൂക്ഷിക്കുക എന്ന തൻ്റെ മനോഭാവമായിരുന്നു 4-ാമത്തെ കാര്യം. തിമോത്തി അയക്കാനുള്ള 4 കാരണങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിച്ചോട്ടെ. അടുത്തത് 6-ാമത്തെ വാക്യം. അവിടെ തിമോത്തി NIV കൊടുത്തേക്കുന്നത് വന്ന തിമോത്തി പോള് ദൈവാത്മാവിന്റെ നിയോഗത്താൽ അയച്ചു. അവിടെ ചെന്ന് സഭയുടെ കാര്യങ്ങളൊക്കെ നോക്കി. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അവിടെ കയറാൻ പറ്റാത്തത് പോളിന് മാത്രമേ ഉള്ളൂ, തിമോത്തിക്ക് അവിടെ ചെല്ലാം. തിമോത്തി ജാമ്യ വ്യവസ്ഥകളുടെ അണ്ടറിലൊന്നും തൻ്റെ പേര് വന്നിട്ടില്ല. കാര്യം അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായ ഒരു സഹോദരനാണ്. പെട്ടെന്ന് ആളുകൾ നോട്ടീസ് ചെയ്യുന്ന ഒരാളല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, പോൾ അവിടെ ഉള്ളപ്പം പോളാണല്ലോ പ്രൈമറി റോള് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, തന്നെ സഹായിക്കാനായിട്ടാണല്ലോ കൂടെയുള്ള ആളുകളുള്ളത്. അതുകൊണ്ട് തിമോത്തി അത്രയും നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലായിരുന്ന കൊണ്ട് തനിക്ക് കേസൊന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തെസലോനിക്കയിലേക്ക് തിമോത്തിയെ പോൾ അയക്കുകയാണ്. അയച്ച് റിപ്പോർട്ടുമായിട്ട് വരികയാണ്. കൊരിന്ത് ലേഖനം 2 കൊരിന്ത്യറിനകത്ത് 1-ാമത്തെ ലേഖനം എഴുതി തീത്തോസിന്റെ കൊടുത്തു വിട്ട് റിപ്പോർട്ടുമായിട്ട് തീത്തോസ് വരാൻ താമസിച്ചപ്പോൾ വളരെ ഭാരത്തോടെ വേലയ്ക്കായിട്ട് വഴി തുറന്നു കിട്ടിയിട്ട് മെക്കദോനിയയിലേക്ക് പോയ ഒരു പൗലോസിനെ കാണാം. 7-ാം അധ്യായത്തിനകത്ത് തീത്തോസ്, എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടെ വന്ന് തീത്തോസ് കൊണ്ടുവന്ന റിപ്പോർട്ട് വായിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഒരു പൗലോസിനെ കൊരിന്ത് ലേഖനം 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ കാണാം. അതുപോലെ തന്നെ അതിനേക്കാൾ റിസൾട്ട് ഉണ്ടായ ഒരു മടങ്ങി വരവിന്റെ സദ്വർത്തമാനവുമായിട്ടാണ് തിമോത്തിയോസ് 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലോസിന്റെ അടുക്കൽ വരുന്നത്. 6-ാം വാക്യം വായിക്കുന്നു. ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ സഹോദരന്മാരെ, വിളിക്കുന്ന വിളി എത്ര ഊഷ്മളവാ! സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടതയിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. തൻ്റെ തിമോത്തിയോസ് വന്നപ്പം ആ ഭാരം, ആരംഭാധ്യായത്തിൽ ആരംഭവാക്യങ്ങളിൽ വളരെ ഭാരത്തോടെ, വളരെ പ്രയാസത്തോടെ, സഹിക്കാൻ കഴിയാതെ ഇരുന്ന അപ്പോസ്തലന്റെ ഭാരങ്ങളെല്ലാം നീങ്ങി അടുത്ത തൻ്റെ ഹൃദയത്തിന്റെ മനോഭാവമാണ് ഗ്രേറ്റ് ജോയ്, വളരെ ആനന്ദം, ഡിലൈറ്റ് ഇൻ ഹിസ് പീപ്പിൾ. തൻ്റെ
ആ സഭയെ പറ്റിയുള്ള അവിടുത്തെ ജനത്തിന്റെ ആ ജനത്തെ പറ്റിയുള്ള തൻ്റെ ആനന്ദമാണ് 6, 7, 8 വാക്യം. നോക്കൂ, ഒരു ശുശ്രൂഷകന്, ഒരു ട്രൂ ശുശ്രൂഷകന്, എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, ഒരു ട്രൂ ശുശ്രൂഷകന് ഏറ്റവും വലിയ ആനന്ദം എന്താണെന്നറിയാം? ഏറ്റവും വലിയ ആനന്ദം ദൈവം അവരെ ഏൽപ്പിച്ച ദൈവസഭ ഈ ക്വാളിറ്റിയിൽ 6-ാം വാക്യം പോലെ ആ ക്വാളിറ്റിയിൽ വളരുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അതിന്റെ മറ്റൊരു വേർഷനാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ വാർദ്ധക്യത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്: എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അതാണ് അതിന്റെ വേറൊരു വേർഷനാണ് പോൾ പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾ ദൈവത്തോട് മനുഷ്യരോടുള്ള സ്നേഹത്തിൽ സ്ട്രോങ് ആണ്, നിങ്ങൾ ഞങ്ങളെ ഓർക്കുന്നു, ഞങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളെ ഓർക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ ആനന്ദമാണ്, നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ വലിയ വാഞ്ചയുണ്ട് എന്ന് കേൾക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇതിനേക്കാൾ എന്താണ് ഒരു ലോക്കൽ സഭയിൽ നിന്ന് തനിക്ക് വേണ്ടത്? സ്തോത്രം. ആ ജനത്തിൽ താൻ ആനന്ദിക്കുകയാണ്. നോക്കൂ, ആ ജനത്തിന്റെ ക്വാളിറ്റിയിൽ താൻ ആനന്ദിക്കുകയാണ്. ഇപ്പോഴത്തെ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്നു. ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ് കേട്ടോ. ഈ ലേഖനം എഴുതാനുള്ള കോണ്ടെക്സ്റ്റ് ഇതാണ്, ഈ വാക്യമാണ്. അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞേ, 3-ാം അധ്യായത്തിനകത്ത് ഈ ജനത്തിന്റെ നിലനിൽപ്പിനായിട്ട് 3 കാര്യം പൗലോസ് ചെയ്യുന്നു. ഒന്ന്, തിമോത്തിയോസിനെ അയക്കുന്നു. 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. രണ്ടാമത്തേത് ലേഖനം എഴുതുന്നു. മൂന്നാമത്തേത് പ്രാർത്ഥിക്കുന്നു. പ്രസംഗിക്കാൻ ആളെ അയക്കുന്നു, പ്രബോധനത്തിനായിട്ട് വായനയ്ക്കായിട്ട് ലേഖനം എഴുതുന്നു, അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എത്ര ബാലൻസ്ഡ് ക്രിസ്ത്യൻ മിനിസ്ട്രി ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്ര ബാലൻസ്! നമുക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയ നല്ല മെത്തേഡാണ് അപ്പോസ്തലൻ നമുക്ക് കാണിച്ചു നൽകിയേക്കുന്നത്. നോക്കൂ, തിമോത്തിയോസ് ഉടനെ വന്ന് റിപ്പോർട്ട് കൊടുത്തു, ഉടനെ ലെറ്റർ എഴുതി. ഇത് കൊരിന്തിൽ വെച്ചാണ്. കൊരിന്തിൽ അപ്പോസ്തലൻ ഇരിക്കുമ്പോഴാണ് തിമോത്തിയോസും ശീലാസ് മെക്കദോനിയിൽ നിന്ന് വരുന്നു, തിമോത്തിയോസ് തെസലോനിക്കയിൽ നിന്ന് വരുന്നു. അവിടെ വന്ന് അവർ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നു. കൊരിന്തിൽ വെച്ച് താൻ തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം എഴുതുന്നു. ദിസ് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് പോൾസ് റൈറ്റിംഗ്സ്. നോക്കൂ, ഒരു വലിയ സദ്വർത്തമാനം കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് കിട്ടാനായിട്ട് തിമോത്തിയോസിനെ അയച്ചിട്ട് തീത്തോസിനെ കൊരിന്തിലേക്ക് അയച്ച പോലെ തന്നെ ആ വരവിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ദീർഘസമയമൊന്നും എടുത്തില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ, കാര്യം വളരെ അടുത്താണ് സ്ഥലം, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തിമോത്തി പോയി സദ്വർത്തമാനവുമായിട്ട്, ഗുഡ് ന്യൂസ് ആയിട്ട്. തിമോത്തി ബ്രോഡ് ഗുഡ് ന്യൂസ്. എന്തൊക്കെയാണ് തിമോത്തിയോസ് കൊണ്ടുവന്ന 4 സദ്വർത്തമാനം? ആ വാക്യത്തിനകത്തുണ്ട് 4 സദ്വർത്തമാനം. ഒന്നാമത്തേത്, നിങ്ങളുടെ വിശ്വാസം റിയലാണെന്ന് അറിയിച്ചു. അതായത് ഇവിടെ പരീക്ഷണം പല നിലയിലാണ് പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. 1, പീഡനം കൊണ്ടുവന്നു. 2, ജുഡായിസേഴ്സിന്റെ വർക്ക് ബേസ്ഡ് ക്രിസ്ത്യാനിറ്റി ഉറപ്പായിട്ടും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിരുന്നു. 3, പൗലോസിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ പോളിന്റെ പഠിപ്പിക്കലിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിച്ചിരുന്നു. മിനിമം 3 നിലയിലുള്ള സ്ട്രാറ്റജി അതിനകത്ത് തന്നെ ഉപയോഗിച്ചിരുന്നു ഈ ദുരുപദേശവുമായിട്ട് ബന്ധപ്പെട്ട്. നോക്കൂ, അങ്ങനെ ഇതെല്ലാം പോളിന് അറിയാം. അതാണ് 2-ാം അധ്യായത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ തിമോത്തി ചെന്നപ്പോഴാണ്, നോ പൗലോസ്, അങ്ങനല്ല, അവരുടെ വിശ്വാസം റിയലാണ്. പാറസ്ഥലത്ത് വീണ, മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ അവിടെ ആരുമില്ല. ബേബി ചർച്ച് ആണെങ്കിലും അവരെ നടത്താൻ ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് അവിടെ ഇല്ലെങ്കിലും, ദൈവവചനം ഇന്നത്തെ പോലെ വെളിപ്പാടിന്റെ പൂർണ്ണത അവർക്ക് അവൈലബിൾ അല്ലാതിരുന്നിട്ടും അവരോട് നാം പറഞ്ഞ തിരുവെഴുത്തിന്റെ ആ വ്യക്തതയിൽ അവരുടെ വിശ്വാസം വളരെ റിയലായിരുന്നു. അവര് സ്റ്റാൻഡ് ചെയ്തത് സ്ട്രോങ് ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. അവരുടെ ഹൃദയം വചനത്തിന്
ഫലം കായ്ക്കാൻ പാകമായ നിലയിൽ, വളരെ നല്ല നിലയിൽ ഉഴുത് മറിയപ്പെട്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ തിരുവെഴുത്ത് അവിടെ വർക്കൗട്ട് ചെയ്തു. ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും എത്തി, വർദ്ധിച്ചും ഫലം കായ്ച്ചും വരുന്നു എന്ന് കൊലോസ്യരോട് പറഞ്ഞതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ളത് തെസലോനിക്കയിൽ നടന്നു എന്നാണ്. നിങ്ങളുടെ വിശ്വാസം റിയലാണെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസം റിയലാണോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസം റിയലാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 2, നിങ്ങളുടെ സ്നേഹം. വിശ്വാസവും സ്നേഹവും നമുക്ക് മുറിച്ചു മാറ്റാനായിട്ട് പറ്റത്തില്ല. കർത്താവിൽ ആശ്രയമാണെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹം ഉറപ്പായിട്ടുണ്ടായിരിക്കും. കർത്താവിനോട് കൂട്ടായ്മ സ്നേഹം ഉണ്ടെങ്കിൽ സഹവിശ്വാസികളോടും കൂട്ടായ്മ ഉണ്ടായിരിക്കും. വെർട്ടിക്കല് മാത്രമല്ല നമ്മുടെ ഫെലോഷിപ്പ്, ഹൊറിസോണ്ടലുമാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിനകത്ത് ദൈവത്തോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുന്നവന് സഹപ്രവർത്തകരോട്, സഹോദരങ്ങളോടും സഹവിശ്വാസികളോടും കൂട്ടായ്മ ഉണ്ടായിരിക്കും എന്നാണ് യോഹന്നാൻ പറയുന്നത്. അങ്ങനെ അല്ലാത്തവർ വ്യാജന്മാരാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. ക്ലിയറായി എന്ന് വിചാരിച്ചോട്ടെ. നോക്കൂ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സ്നേഹം, ഇതെല്ലാം റിയലാണ്, ജെനുവിനാണ്, വളരെ ഗ്രൗണ്ടഡ് ആണ്. നിങ്ങൾ ട്രൂലി കൺവേർട്ടഡ് ആണ്, ട്രൂലി ബോൺ അഗെയിൻ ആണ് എന്ന് കൃത്യമായി പരിശുദ്ധാത്മാവിനാൽ പോളിന് മനസ്സിലായി. ഈ റിപ്പോർട്ട് തിമോത്തി കൊടുത്തപ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് ഒരു വാക്യമുണ്ട്: ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവും അല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. കണ്ടോ, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഇത് രണ്ടിനെയും മുറിച്ചു മാറ്റാനായിട്ട് കഴിയത്തില്ല. പോള് ഗലാത്യരോട് പറയുന്ന അവിടുത്തെ കോണ്ടസ്റ്റ്, യഹൂദന്മാരെ അവരെ ദുരുപദേശകരാണെന്ന് മുദ്രകുത്തി അപ്പോസ്തലൻ പറയുകയാണ്. അവിടുത്തെ പദങ്ങളെല്ലാം നോക്കൂ. അഗ്രകർമ്മ അതൊന്നും അല്ല ഇവിടുത്തെ മാറ്റം. നീ ജാതീയനാണോ, നീ യഹൂദനാണോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, നിങ്ങൾ വീണ്ടും ജനിച്ചോ, ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ സ്വതന്ത്രരാക്കിയപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിലായോ, നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്നുണ്ടോ, അത് ഗ്രൗണ്ടഡ് ആണോ, അത് ജെനുവിൻ ആണോ, അത് റിയൽ ആണോ, അതാണ് മാറ്റർ. അല്ലാതെ നീ യഹൂദനാണ്, അവൻ വിജാതീയനാണ്, that doesn't matter. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വളരെ പരമാർത്ഥതയോടെ, വളരെ ദൈവാശ്രയത്തോടെ വേണം നമ്മള് ദൈവസഭയെ പരിപാലിക്കാനും. ഒരു ശുശ്രൂഷകൻ എത്ര ഗൗരവമായിട്ടാണ് കാര്യങ്ങളെ പറ്റി അറിയുന്നത്, അതിൽ സന്തോഷിക്കുന്നതെന്ന് 6-ാം വാക്യം വ്യക്തമാണ്. നിങ്ങളുടെ വിശ്വാസം റിയലാണ്, നിങ്ങളുടെ സ്നേഹം റിയലാണ്, അതിൽ അപ്പോസ്തോലൻ ആനന്ദിക്കുകയാണ്. 3-ാമത്തെ കാര്യം ആ വാക്യത്തിൽ നിങ്ങൾ കണ്ടോ, സ്നേഹത്തെ പറ്റിയും, ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട്. അതായത് 3-ാമത്തെ കാര്യം, അപ്പോസ്തോലൻ എങ്ങനെങ്കിലും തെസലോനിക്കേ ചെന്നാ മതി എന്നായിരുന്നു. അതുകൊണ്ടാണ് സഹിച്ചുകൂടാഞ്ഞിട്ട് തനിക്ക് പോകാനായിട്ട് നിയമപരമായിട്ട് അനുവാദമില്ല, അങ്ങോട്ടേക്ക് പോകാതെ വണ്ണം സാത്താൻ ട്രഞ്ചുണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ തിമോത്തിയോസിനെ അതിന് പകരം അപ്പോസ്തോലൻ അങ്ങോട്ട് അയക്കുകയാണ്. നോക്കൂ, ഇതെല്ലാം പോളിന് അവരെ കാണാനായിട്ടുള്ള തീഷ്ണമായ ആഗ്രഹത്തെ കാണിക്കുകയാണ്. എന്നാൽ അതുപോലെ തന്നെ തിമോത്തിയോസ് വന്ന് പറയുകയാണ്, നമുക്ക് അവരെ കാണാനായിട്ടുള്ള ആഗ്രഹം പോലെ തന്നെയല്ല, മറിച്ച് ആ ആഗ്രഹം പോലെ, അത് മാത്രമല്ല, അവർക്ക് നമ്മളെ കാണുവാൻ, സ്പെഷ്യലി പോളിനെ കാണാൻ അതിയായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. ഗുഡ് ന്യൂസ് അബൌട്ട് ദെയർ ലോങ്ങിങ് ടു സീ അപ്പോസ്റ്റൽ പോൾ. മനസ്സിലായോ? പല നിലകളിൽ താൻ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സഭയിൽ എല്ലാവരും അവിടെ ഉണ്ടോ?
അതോ എന്തെങ്കിലും നാശം വന്നോ? അവിടുത്തെ അതോറിറ്റീസ് അവർക്കെതിരെ എന്തെങ്കിലും ചെയ്തോ? ഈ നിലയിൽ പലവിധമായ ഭാരങ്ങൾ തൻ്റെ അകത്തുണ്ടായിരുന്നു. ആ സഭ ബേബി ചർച്ചല്ലേ? അത് നിലനിൽക്കാനായിട്ട് കഴിയുമോ? അവർക്ക് ആത്മീയ പക്വതയുണ്ടോ? അവരുടെ ലീഡർഷിപ്പിന് വചനം പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള വേദപുസ്തക പരിജ്ഞാനമുണ്ടോ? ദൈവകൃപ അവരുടെ മേലുണ്ടോ? ഇങ്ങനെ പലവിധമായ ആകുല ചിന്തകൾ തനിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടുകയാണ്, എനിക്ക് അവരെ കാണാൻ താല്പര്യമുള്ളതുപോലെ തന്നെ അവർക്ക് ഞങ്ങളെ കാണാനും താല്പര്യമാണെന്ന് കേൾക്കുമ്പോൾ ആ സഭയെ പറ്റിയുള്ള തൻ്റെ ആനന്ദം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 4 കാര്യം, 3 റിപ്പോർട്ട് കിട്ടിയില്ല. 1, സ്നേഹം റിയലാണ്, വിശ്വാസം റിയലാണ്, ഞങ്ങളെ കാണാനായിട്ടുള്ളവരുടെ ആഗ്രഹം, അത് ആ ബന്ധം എത്രമാത്രം ദൃഢമാണ് എന്ന് കാണിക്കുന്ന. 4-മത്തേത് അവിടുത്തെ വാക്ക് കണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്നും ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്നും ഞങ്ങളോട് സദ്വർത്തമാനം അറിയിച്ച കാരണത്താൽ. 4-മത്തെ കാര്യം, നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി നല്ല ഓർമ്മയുണ്ട്. അതായത് ചില ആഴ്ചകളോ ചില മാസങ്ങളോ മാത്രമാണ് അപ്പോസ്തലൻ അവിടെ നിന്നത്. നമുക്ക് എക്സാക്ട്ലി അറിയില്ല. യഹൂദന്മാരോട് ചില ആഴ്ചകൾ സിനഗോഗിൽ പോയി സംസാരിക്കുന്നു, പിന്നീട് ചില മാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കാണാം. അതിനുള്ള സൂചനകളൊക്കെ പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ചാണ് ജീവിച്ചത് എന്ന് ഈ ലേഖനത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചില മാസങ്ങൾ അവിടെ വേല ചെയ്തിട്ടുണ്ടായിരിക്കാം. നോക്കൂ, അങ്ങനെ ചില ആഴ്ചകൾ ചില മാസങ്ങൾ മാത്രമുള്ള ബന്ധമാണ്. അന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, അന്നത്തെ ചെറിയ മുഖപരിചയം മാത്രമാണ്. 4-മത് തിമോത്തിയോസ് റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, നല്ല ഓർമ്മയുണ്ട് നിങ്ങളെപ്പറ്റി, നല്ല ഓർമ്മ. അത് കേവലം പോളിനെയും തിമോത്തിയോസിനെയും ശീലാസിനെയും ഓർക്കുന്നു എന്ന്, ആ പേഴ്സൺസിനെ ഓർക്കുന്നു എന്ന ഒരു 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 ലിമിറ്റഡ് മീനിങ് അല്ല. നമ്മളന്ന് പറഞ്ഞു കൊടുത്ത വേദപുസ്തകം, ദൈവവചനം, ക്രിസ്തുവിനെ പറ്റി വെളിപ്പെട്ട വെളിപ്പാടിൻ്റെ ആ പ്രകാശനങ്ങളൊക്കെ അവർക്ക് നല്ല ഓർമ്മയുണ്ട് എന്നാണ് ആ അധ്യായത്തിലൂടെ, ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ 4 റിപ്പോർട്ട് പോളിന് തിമോത്തിയോസ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എത്ര മനോഹരമാണെന്ന് നോക്കിയും 4 റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ 4 റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അടുത്ത വാക്യം, സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, ഈ കൊരിന്ത്യലേഖനത്തിലൊക്കെ വായിക്കുമ്പം പൗലോസിനെ അവർക്ക് കാണാനായിട്ടൊരു താല്പര്യമില്ലല്ലേ? അങ്ങനെ വായിക്കുന്നേ. വീണ്ടും ആ കക്ഷി നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന് 13-ാം അധ്യായത്തിന് 12-13 പോള് അവരുടെ സ്വഭാവത്തെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. പോള് 3-ാം വട്ടം ഞാൻ നിങ്ങളുടെ അടുക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഭാരമാകുകയില്ല. പോളിന് അവരെ കാണണം, അവർക്ക് വേണ്ടി അധ്വാനിക്കണം, അവരെ രക്ഷയിലേക്ക് നയിക്കണം, നിത്യജീവനിൽ എത്തിക്കണം. ഇതൊക്കെ അപ്പോസ്തലന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണെങ്കിൽ, കൊരിന്തിലെ പല ആളുകൾക്കും ആ വ്യക്തി ഇങ്ങോട്ട് വരണ്ട എന്ന ആഗ്രഹമാണെങ്കിൽ, തെസലോനിക്കക്കാർക്ക് അങ്ങനല്ല. നല്ല ഓർമ്മയുണ്ട്, നിങ്ങൾ ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ അവർ നമ്മളെയും കാണാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആരുമില്ലാതെ തനിയെ ഏഥൻസിലിരിക്കുകയാണ്. അവിടുന്ന് കൊരിന്തിലേക്ക് അടുത്ത വഴി തുറന്നപ്പോൾ ദൈവത്താൽ അയക്കപ്പെടുകയാണ്. ആരും കൂടെ ഇല്ല. വളരെ ക്രൈസിസിലൂടെ വേല ചെയ്യുകയാണ്. കഠിനമായ പീഡനമുണ്ട്, മറ്റെല്ലാ നിലയിലും ബുദ്ധിമുട്ടുണ്ട്, എല്ലാ നിലയിലുള്ള പീഡനങ്ങളുണ്ട്. ജാതികളിൽ നിന്നുള്ള ആപത്ത്, യഹൂദന്മാരിൽ നിന്നുള്ള ആപത്ത്, അവിടുത്തെ സിവിൽ അതോറിറ്റീസിൽ നിന്നുള്ള എതിർപ്പ് എല്ലാം ഉള്ളപ്പോഴും തൻ്റെ ആശ്വാസം എന്നാന്ന് നോക്കിയ, താൻ ദൈവത്താൽ ആരംഭിച്ച ഒരു ലോക്കൽ സഭയുടെ ക്വാളിറ്റി കേട്ടപ്പോൾ, അവരിലുള്ള തൻ്റെ ആനന്ദം മനസ്സിലായപ്പോൾ, അവർക്ക് തങ്ങളോടുള്ള സ്നേഹം മനസ്സിലായപ്പോൾ പറയുകയാണ്, സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടങ്ങളിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസ ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. എന്ത് കഷ്ടം സഹിച്ചാൽ എന്താ, അവിടുന്ന് ഞങ്ങളെ രാത്രിയിൽ പായ്ക്ക് ചെയ്ത് അയച്ചാൽ എന്നാ, ഇനി എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ലെങ്കിൽ എന്നാ കാര്യം,
നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നല്ലോ, നിങ്ങളുടെ വിശ്വാസം ട്രൂ ആണല്ലോ. അത് ഓർക്കുമ്പം എല്ലാ കഷ്ടങ്ങളിലും സങ്കടങ്ങളിലും അതെല്ലാം അവിടെ ഉള്ളപ്പോൾ തന്നെ, അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾക്ക് വളരെ ആശ്വാസമാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ. ഞാന് കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു പാസ്റ്ററിന്റെ സന്തോഷം അദ്ദേഹം വലിയ പ്രസംഗകനായതുകൊണ്ടാകരുത്, അദ്ദേഹത്തിന്റെ ചർച്ച് മെഗാ ചർച്ച് ആയതുകൊണ്ടാകരുത്, സാലറി ഇത്ര സ്കെയിൽ കിട്ടുന്നു എന്നതുകൊണ്ടാകരുത്, ബിൽഡിങ് വലുതാണ് എന്നതുകൊണ്ടാകരുത്, താൻ വലിയ പോപ്പുലർ ആണ് എന്നതിലാകരുത്, അതിലാകരുതെന്ന് പറഞ്ഞാൽ അതിലാകാനേ പാടില്ല. ഒരു ശുശ്രൂഷകന്റെ ആനന്ദം എന്നുള്ളത് ലോക്കൽ സഭയിലെ ജനങ്ങളുടെ ആത്മീയ ക്വാളിറ്റിയിലായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസിന്റെ പ്രാർത്ഥനയ്ക്കകത്തെല്ലാം വിശ്വാസികൾക്ക് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെ വളരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ഹൃദയദൃഷ്ടി കൂടുതൽ പ്രകാശിക്കാനായിട്ട്, വിളിയാലുള്ള ആശ അറിയാൻ, അങ്ങനെ എല്ലാം ക്രിസ്തു പരിജ്ഞാനം, ദൈവത്തോടുള്ള ആ സ്വഭാവത്തിലെ വളർച്ച, ഇങ്ങനെയാണ് താൻ പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം. എന്താണെന്നറിയാമോ? തൻ്റെ ആനന്ദം ലോക്കൽ സഭ അങ്ങനെ ആകുന്നതാണ്. തെസ്സലോനിക്ക സഭ വിശ്വാസത്തിൽ അങ്ങനായി, സ്നേഹത്തിൽ അങ്ങനായി, വചനം ഞങ്ങളിൽ നിന്ന് കേട്ടതിന്റെ ഓർമ്മയിൽ അങ്ങനായി, ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അങ്ങനായി. നോക്കൂ, എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ ആ സഭയിൽ പൗലോസിന്റെ അഭാവത്തിൽ, മറ്റ് ശുശ്രൂഷകന്മാരുടെ അഭാവത്തിൽ ആ ലോക്കൽ സഭയിൽ ചെയ്തത് എന്ന് മനസ്സിലാക്കാം. അതിൽ അപ്പോസ്തലൻ സന്തോഷിക്കുകയാണ്. നോക്കൂ, അടുത്ത വാക്ക് അതിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ്, അതാണ് ഇതിന്റെ എല്ലാം സമ്മാന സബ്സ്റ്റൻസ് ആണോ? ഇവരിളകി പോവോ? ഇവരുടെ വിശ്വാസത്തിൽ ഇവർ പുറകോട്ട് പോവോ? പരീക്ഷിച്ചുവോ? ഇവര് സ്ട്രോങ് ആണോ? ഇതൊക്കെ ആരും തന്റെ ഭാരം. നോക്കൂ, എന്തായാലും ഈ റിപ്പോർട്ടെല്ലാം കിട്ടി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒന്നും സംഭവിച്ചിട്ടില്ല, അവര് സ്ട്രോങ് ആണ് എന്ന് മനസ്സിലായപ്പോൾ 9-ാം വാക്യത്തിനകത്ത് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ, 8-ാം വാക്യം, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വീണ്ടും ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാല്, ജീവനോടിരുന്ന യാക്കോബ് ജോസഫിനെ പറ്റിയുള്ള അറിവിൽ ചൈതന്യം വീണ്ടെടുത്തതുപോലെ, ആ എക്സാമ്പിൾ മനസ്സിലാവുന്നോ? എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന് താന്, നിങ്ങൾ എൻ്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും, ഇങ്ങനെ വേദനയോടെ തൻ്റെ ആ വാർദ്ധക്യകാലം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ, താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ മകനെ കാണാതെ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തതയില്ലാതെ ഭാരത്തോടിരുന്നപ്പോൾ, എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ ആ സന്തോഷത്തിൽ ചൈതന്യം വന്നതുപോലെ അപ്പോസ്തലനും കൂടെയുള്ളവരും വളരെ പ്രയാസങ്ങളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ അവര് മുന്നോട്ട് എങ്ങനെ പോകും, എഫെസോസിൽ എങ്ങനെ വേല ചെയ്യും, അടുത്ത മിഷണറി യാത്രയ്ക്ക് എങ്ങനെ വഴിയൊരുക്കും, ഇങ്ങനെ നാനാവിധമായ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകളുടെ നടുവിൽ അടുത്ത വാക്ക് പറയുകയാണ്, നിങ്ങൾ തെസ്സലോനിക്ക സഭയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച്, തിമോത്തിയോസ് കൊണ്ടുവന്ന സദ്വർത്തമാനം അനുസരിച്ച്, നിങ്ങൾ ക്രിസ്തുവേശുവിൽ അവന്റെ വചനത്തിൽ ദൈവത്തിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുകയാണ്. വീണ്ടും പൂർണ്ണ ഉന്മേഷത്തോടെ വേലയ്ക്ക് പോകാൻ, വീണ്ടും കഷ്ടങ്ങളിൽ പതറാതെ ഗോസ്പല് പറയാൻ, വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കാൻ നിങ്ങളുടെ ആത്മീയ വളർച്ച ഞങ്ങൾക്ക് വളരെ സ്ട്രോങ് എൻകറേജ്മെന്റ് ആണെന്നാണ് 8-ാം വാക്യത്തിന്റെ അർത്ഥം. നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഏത് സഭയെ പറ്റിയും ശുശ്രൂഷകന്റെ ആഗ്രഹം എന്നുള്ളത്, ഏത് സഭയെ പറ്റിയും ശുശ്രൂഷകന്റെ ആഗ്രഹം എന്നുള്ളത്, 2 തെസ്സലോനിയൻസ് 2:15 ഇതേ കാര്യം പൗലോസ് പറയുന്നുണ്ട്. 2:15, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലും ലേഖനത്താലും ഉപദേശിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളു. നിങ്ങളുടെ ഉറച്ചു നിൽക്കണം, അതാണ് ഒരു ശുശ്രൂഷകന്റെ ആഗ്രഹം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന് 1-ാം വാക്യം, ഇങ്ങനെ കർത്താവ് നിലനിൽപ്പ്, എൻ്റെ കിരീടവും
4-ാം അധ്യായം 3-ാം അധ്യായം ഒടുവില് കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അത് ആ കോണ്ടസ്റ്റിൽ വ്യാഖ്യാനിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ എങ്ങനെയാ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഇങ്ങനെ നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുവീൻ. കണ്ടോ, ഇതാണ് സഭയെ പറ്റിയുള്ള ശുശ്രൂഷകന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. 1 കൊരിന്ത്യർ 16:13 അതിന്റെ ആ കൺക്ലൂഡിംഗ് പാർട്ടിലാണ് ഇത് വെച്ചേക്കുന്നത്. 1 കൊരിന്ത്യർ 16:13 ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. കണ്ടോ, പ്രബോധനം കണ്ടോ, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. ഗലാത്യലേഖനം 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ച് നിൽപ്പീൻ. ഫിലിപ്പി ലേഖനം 1:27 നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന്. കണ്ടോ, ഏത് സഭയെ പറ്റിയുള്ള ഒരു ശുശ്രൂഷകന്റെ ആഗ്രഹം എന്നുള്ളത് കർത്താവിൽ അവർ നിലനിൽക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. അതേ കാര്യം തെസ്സലോനിക്ക സഭയെ പറ്റി അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചെയ്യും. കർത്താവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതിൽ, കർത്താവ് പഠിപ്പിച്ചതിൽ, ദൈവശ്വാസീയമായ തിരുവെഴുത്തിന്റെ ആ അടിയുറച്ച വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. ഞങ്ങൾക്കത് ഉന്മേഷം നൽകുന്നു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അടുത്ത വാക്യം, ഒരു വാക്യം കൂടെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞ് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത വാക്ക് കണ്ടോ, 9-ാം വാക്യം. തിമോത്തിയോസിനെ അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട 4 കാര്യം നമ്മൾ ചിന്തിച്ചായിരുന്നു. അതിനുശേഷം ആ സഭയെപ്പറ്റി ആ റിപ്പോർട്ട്, 4 റിപ്പോർട്ട് പൗലോസിന് കിട്ടുകയാണ്. ആ റിപ്പോർട്ടിൽ തനിക്ക് ചൈതന്യം വരികയാണ്, കഷ്ടം സഹിക്കാൻ കൂടുതൽ ഊർജം തനിക്ക് ലഭിക്കുകയാണ്. ആ സഭ കർത്താവിൽ നിലനിൽക്കുന്നു, അതിനുവേണ്ടിയാണ് അവരെല്ലാം അധ്വാനിക്കുന്നത്. തിമോത്തിയോസിനെ അയച്ചതും ലേഖനം എഴുതിയതും പ്രാർത്ഥിക്കുന്നതെല്ലാം ഈ ഒരു ഒറ്റ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്നു എന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾ ജീവിക്കുന്നു. 9-ാം വാക്യം ഇത്രയെല്ലാം ആയപ്പോൾ തൻ്റെ ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡാണ്, ഐ താങ്ക് ഗോഡ് ഫോർ ഇറ്റ്. ഞാൻ ഈ സഭയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. 9-ാം വാക്യം, നമ്മുടെ ദൈവത്തിന്റെ സന്നിധി നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷം. തന്റെ ഡിലൈറ്റ് കണ്ട ഈ ക്വാളിറ്റി കൊണ്ടാണ് തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. എന്തൊരു സ്തോത്രം ചെയ്യാൻ ഞങ്ങളാൽ കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ ആഴം ആ സഭയ്ക്ക് ബോധ്യമായി കഴിഞ്ഞപ്പോൾ അവരതിൽ നിലനിൽക്കാനായിട്ട് ദൈവകൃപ അവരുടെ മേൽ വ്യാപരിച്ചു എന്നറിഞ്ഞ് ആ സഭയെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ട് ദൈവത്തിന് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ആ സഭയെ പറ്റി ഓർക്കുമ്പോൾ എല്ലാം ദൈവത്തിന് നന്ദി പറയുകയാണ്. ഏതൊരു പാസ്റ്ററിനും ഏതൊരു ശുശ്രൂഷകനും താൻ ശുശ്രൂഷിക്കുന്ന ലോക്കൽ സഭയെക്കുറിച്ച് എപ്പോഴെല്ലാം ഓർത്താലും ആ ജനത്തിനായി സ്തോത്രം പറയാൻ ഇടവരത്തക്ക നിലയിലുള്ള ക്വാളിറ്റി ലോക്കൽ സഭയിലെ ദൈവമക്കൾക്ക് ഉണ്ടാകണം. ഇതുവരെ ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണമെന്നായിരുന്നു, എന്നാൽ ആ ലോക്കൽ സഭയുടെ ക്വാളിറ്റി ദൈവവചന പ്രകാരം സ്ട്രോങ് ആണെങ്കിൽ, ദൈവപ്രസാദകരമാണെങ്കിൽ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ശുശ്രൂഷകന് വകയുണ്ടായിരിക്കും. അല്ല എങ്കിൽ എബ്രായർ ലേഖനം 13-ാം അധ്യായത്തിനകത്ത് നമുക്കറിയാവുന്നൊരു വാക്യമുണ്ടല്ലോ, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അനുസരിച്ച് കീഴടങ്ങുവിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു, അതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവേൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. ശുശ്രൂഷകന്മാരെ കരയിപ്പിക്കുന്ന, അനാവശ്യമായിട്ട് വേദനിപ്പിക്കുന്ന നിരവധി ലോക്കൽ സഭകൾ നമ്മുടെ പട്ടണങ്ങളിലുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സഭയെ പറ്റി ഞാൻ കേട്ടേക്കുന്നത്, അവിടെ ഏത് ശുശ്രൂഷകൻ വന്നാലും വേദനയോടെ മാത്രമേ പോകാറുള്ളൂ. നിങ്ങൾക്ക് നന്നല്ല. ഈ തിരുവെടുത്ത്
പരിശുദ്ധാത്മാവിനാൽ എഴുത്തുകാരൻ എഴുതിയേക്കുന്ന വാക്യം വായിച്ച് പറയുകയാണ്, അങ്ങനെ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് നന്നല്ല. കാരണം ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്, നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, നിങ്ങളെപ്പറ്റി ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് എന്നത് എപ്പോഴും ഓർക്കുകയും, ശുശ്രൂഷകൻ ദൈവവചന പ്രകാരം സഭയെ വളർത്തുകയും ദൈവവചന പ്രകാരം സഭ ക്രിസ്തുവിൽ വളരുകയും ചെയ്താൽ മാത്രമേ ഒരു ശുശ്രൂഷകന് സഭയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതാണ് തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് താൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 10-ാം വാക്യം 10 മുതൽ 13 വരെ ഞാൻ അടുത്ത ആഴ്ച എക്സ്പ്ലെയിൻ ചെയ്യാം. 10-ാം വാക്യത്തിനകത്ത് ആ സഭ കർത്താവിൽ തുടർന്ന് നിലനിൽക്കേണ്ടതിന് ഒരു ശുശ്രൂഷകൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയും, ഇന്റർസെസറി പ്രയർ എന്ന് പറയും, അങ്ങനെ പല പേരുകൾ. എല്ലാ അർത്ഥം ഒന്ന് തന്നെയാണ്. അതിന്റെ വ്യാകരണത്തിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ പ്രാർത്ഥനയുടെ രാവും പകലും പ്രാർത്ഥിക്കുന്നു, താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചു പോന്നു. എന്തെല്ലാം പദങ്ങളാണ് അവിടെ ഉള്ളത്! കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഇന്റൻസിറ്റി, ആ പ്രാർത്ഥനയുടെ ഫ്രീക്വൻസി, നിരവധി കാര്യങ്ങൾ ആ വാക്യത്തിൽ കാണാം. ആ പ്രാർത്ഥനയുടെ 2 സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങളെ വന്ന് കാണണം. ആ പ്രാർത്ഥന കേട്ടില്ല കേട്ടോ, പോയി കാണാനായിട്ട് കഴിഞ്ഞില്ല. 2, നിങ്ങൾ വിശ്വാസത്തെ വളരണം. ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. നോക്കൂ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ദൈവസഭയോടുള്ള തന്റെ അഫെക്ഷൻ. ദൈവസഭയ്ക്ക് വേണ്ടി താൻ എന്തെല്ലാം ത്യാഗം ചെയ്തു, ദൈവസഭയോട് ചേർന്ന് താൻ കഷ്ടസഹിക്കുന്നു. ആ ദൈവസഭയെ പറ്റിയുള്ള തൻ്റെ സംരക്ഷണത്തിന്റെ ബോധ്യം, എന്തൊക്കെ ചെയ്യണം, ആ സഭയുടെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആ ജനത്തിലുള്ള തൻ്റെ ആനന്ദം, ആ സഭയെപ്പറ്റി അടുത്തത് നമ്മൾ അവരെ ആനന്ദിച്ചിട്ട് അവരെ ചൊല്ലി ദൈവത്തിന് നന്ദി പറയുന്നു. ഒടുവിലായിട്ട് ആ സഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കി ആ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആകണം ലോക്കൽ സഭകൾ, ഇങ്ങനെ ആകണം കർത്താവിൻ്റെ ദാസന്മാർ. അങ്ങനാണെങ്കിൽ, ഈ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ദൈവത്തിന് എത്രമാത്രം സ്തോത്രം ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ദൈവത്തിന് എത്രമാത്രം സ്തോത്രം ചെയ്യാൻ കഴിയും എന്ന് എങ്ങനെ ഞാനിത് പറയേണ്ടത്, ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ എത്രമാത്രം സ്തോത്രം ചെയ്യാൻ കഴിയും. ഈ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞരങ്ങിക്കൊണ്ട് മാത്രമേ ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇങ്ങനെ ഉള്ള ശുശ്രൂഷകന്മാരെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എഴുന്നേൽപ്പിക്കട്ടെ. ഇങ്ങനെ വചനത്താൽ കർത്താവ് നിലനിൽക്കുന്ന ദൈവമക്കളെ കൊണ്ട് നമ്മുടെ ലോക്കൽ സഭകൾ നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ 10 വാക്യം തൽക്കാലം ഞാൻ നിർത്തുകയാണ്. 10-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് പഠിക്കാം. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.